ചെടികളെന്ന് പറയാൻ അത്ര ഒന്നുമില്ല, ഉള്ളത് കുറച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ താരം ഈ ബൊഗൺവില്ലയാണ്. കടലാസ് പൂ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഒരു ട്രോള് കണ്ടിട്ടില്ലേ, കടലാസല്ല കള്ളാസ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ മഴയിൽ ഒരു കാറ്റും മഴയൊക്കെ പാടെ പെയ്തപ്പോഴേ പൊട്ടി താഴെ വീണ് എല്ലാം പോയി എന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മുടെ ഈ ഏരിയയിൽ നമ്മുടെ ഒരു ലാൻഡ് മാർക്കായിട്ട് നമ്മൾ പറയുന്നത് തന്നെ ഇങ്ങോട്ട് നമ്മൾ ഈ എന്തായാലും പറയാ ആമസോൺ അവർക്കൊക്കെ നമ്മൾ അടയാളം പറഞ്ഞു കൊടുക്കുക തന്നെ ഈ റോഡിലേക്ക് ഇട്ട് കയറി കഴിഞ്ഞാൽ കുറേ ബോഗൺവില്ലുണ്ട്, പൂക്കളുള്ള ആ വീട് എന്നാണ് പറഞ്ഞു കൊടുക്കുക. അത്രയും നമ്മുടെ ലാൻഡ് മാർക്കായിട്ടുള്ള സംഭവമായിരുന്നു. അത് അന്ന് വീണപ്പോൾ ഭയങ്കര ഇടങ്ങറായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഉള്ളത് നീറ്റാക്കി വെക്കും, അത്രയേ ഉള്ളൂ. വീടിൻ്റെ അടുത്തേ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. റിസോർട്ടാണെന്നും പറയുന്നുണ്ട്, വേറെ എന്തൊക്കെയോ സംഭവങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അറിവിൽ ഇപ്പോൾ അതൊരു റിസോർട്ടാണ്. ഭയങ്കര രസമായിട്ട് താഴെ ഒരു പഴയ മന ഉണ്ടായിരുന്നു, ഒരു കിഴക്കേപ്പാട്ട് എന്ന് പറഞ്ഞ മന. ആ മന എടുത്തിട്ട് പൊളിച്ച് പണിയെടുത്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇൻഷാ പിന്നെ ഒരു ദിവസം നമുക്കതിന് കൂടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഒന്നുമില്ല, നല്ലൊരു മുറത്ത് നല്ലൊരു മൂച്ചിയുണ്ട്, പിന്നെ ഒരു ബുദ്ധ പാമ്പുണ്ട്, കുറേ ബുഷുണ്ട് ഫ്രണ്ടിൽ, ഒക്കെ ശരിയാക്കാനായിട്ടുണ്ട്. ഫുള്ള് ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു കുമാരേട്ടുണ്ട്, പുള്ളിയെ വിളിച്ചിട്ട് ഇതൊക്കെ നേരാക്കലാണ്, ശരിയാക്കലാണ് പതിവ്. ഇപ്പോൾ പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലോകത്ത് എവിടെ പോയാലും ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹം ഇതുകൊണ്ടൊക്കെയാണ്. ഇതിനകത്ത് കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വർഗ്ഗമാണത്. ഇതാണ് എൻ്റെ പൂളക്കൽ കൊട്ടാരം, സോറി ഞങ്ങളെ. ഒരു സൈഡിലേ കുറേ ഫിംഗർ ഫാം ഉണ്ട് കേട്ടോ. ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷങ്ങളായിട്ടുണ്ടാവും ആ സാധനം അവിടെ വെച്ചിട്ട്. അതുകൊണ്ട് അത്ര ഹൈറ്റിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കുറേ ഉള്ളിൽ കുറേ തൈകളൊക്കെ ഉണ്ട്. അതൊന്ന് കുറച്ചെടുത്ത് നമ്മൾ ബാക്കിൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ഒരു പ്രാവശ്യം കേശു നട്ടു. പിന്നെ കുറേ വലിയ കല്ലുകളുണ്ടായിരുന്നു, അത് പരത്തി വെച്ചു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നീറ്റാക്കി പോകും. തിരിച്ചു വരുമ്പോൾ ആകെ കാട് കയറി പുല്ലൊക്കെ മുളച്ച് നാശാക്കിയിട്ടുണ്ടാവും. ഇവർ ശ്രദ്ധിക്കൂല, അത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ പ്രാവശ്യം എന്ത് ചെയ്തു എന്ന് പറയാം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുണ്ടല്ലോ, ആ ഷീറ്റ് അങ്ങിട്ട്. ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അവിടെ കുറച്ച് ഇതിൻ്റെ വേരിറങ്ങിയിട്ട് കുറച്ച് പൊന്തിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കണം, പ്രാവശ്യം എടുത്ത് പൊന്തിച്ചിട്ട്. എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാലും എൻ്റെ പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പുതിയ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ചെറിയൊരു തൈ കൊടുന്ന് വെച്ചാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഒരുപാട് പേര് ഇതൊന്ന് ചെറിയ തൈകളൊക്കെ കൊണ്ടുപോയിട്ട്, ബുദ്ധ ബാമ്പു തൈകളൊക്കെ കൊണ്ടുപോയിട്ട് നല്ല വലിയ മരങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ മട വീട്ടിലൊക്കെ. ഇതിൻ്റെ പേരെന്താ, പേര് എനിക്കറിയില്ല. ഇതും ചെറിയൊരു തൈ കൊടുന്ന് വെച്ചാണ്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു, അതും ഇതിന്ന് 3-4 പീസാണ് ഞാൻ അവിടെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മണി പ്ലാന്റ് ഒരുപാടുണ്ടായി, കുറേ പൈസ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ചുമ്മാതാണ് കേട്ടോ, വീട് നിറച്ചും മണി പ്ലാന്റാ, കാര്യമൊന്നുമില്ല. ചെടി നനക്കാൻ വേണ്ടി ഏൽപ്പിച്ച 2 കളിച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താടി കാട്ടണേ ആശിമോ, എന്താട്ടണ് ചെടി നനക്കടി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്, അത്യാവശ്യം നല്ല ഒരുപാട് ഗപ്പികളുണ്ട് അതിനകത്ത്. ഇതിലേ ഒരു ചെറിയ മോട്ടറും ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെ അനുമ്പോ ഒന്നും കാണില്ല. പോയാ മോട്ടറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കാണിച്ചേ എന്തോന്നേ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് വെള്ളം ചാടിയിരുന്നു, അതൊക്കെ പോയി ശരിയാക്കിയിരുന്നു, സെറ്റാക്കിയിരുന്നു. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ ഒരു ടിപ്പ്, ഇതിവിടെ വെച്ചിട്ടേ ഈ വെർട്ടിക്കൽ ഇത് സംഭവം ഇവിടെ വെച്ചിട്ട് കുറേ ആയിട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഓരോ ചെടികൾ വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരുമ്പോൾ അതൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഓരോ കപ്പിൽ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് മണി പ്ലാന്റ് വെച്ചു, അതവിടെ വെച്ചു. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായി, 3 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അങ്ങനെ വെള്ളം നിറച്ച് കൊടുത്താൽ മതിയല്ലോ, നന കുറഞ്ഞാലും വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് അതവിടെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്, വലിയ സീനായിട്ട് വലിയ പ്രശ്നമല്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഊഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാനും അവിടെ സിറ്റ് ഔട്ടിലെ കാര്യങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കാനൊക്കെ. ഇതാദ്യം വീടിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ,
അവിടെ ആരും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഇത് എടുത്ത് കൂടുന്ന ഫ്രണ്ടിലേക്ക് വെച്ചു. ഇപ്പോൾ ഒരു നല്ല വൈബാണ്, സംഭരിക്കാനൊക്കെ നല്ല വൈബാണ്. കൊതുക് സമ്മതിച്ചാൽ ഈ നേരത്തൊക്കെ അത്യാവശ്യം നല്ല കൊതുകുണ്ട്. ഇവിടെയൊക്കെ നിറച്ചിങ്ങനെ പുല്ലും ചെടികളൊക്കെ ആവുകൊണ്ടായിരിക്കും, നല്ല കൊതുകുണ്ട്. കൊതുക് സമ്മതിച്ചാൽ ഇവിടെ ഇരിക്കാൻ എളുപ്പമാണ്. ഒരു ചെറിയ വാം ലൈറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. തിരിച്ച് വരുമ്പോൾ ഉപ്പ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഉപ്പ ഇപ്പോൾ എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്, തായി മക്കളും കൂടിയിട്ട്. അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന അനുമോൾക്ക് പോലും താല്പര്യമില്ല, നോക്കില്ല. ഇത് കട്ട് ചെയ്ത് എനിക്കുള്ളത് കിട്ടും. പിന്നെ അവിടെ കുറേ ചെടികൾ, ഇതിലൊക്കെ കള കയറിയിട്ടുണ്ടേ. എല്ലാം ശരിയാക്കണം. ആളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് മെനക്കെട്ടതിന് ഒരുപാട് പണിയാണ്. ആൾ വന്നു കഴിഞ്ഞാൽ കുറേ മരുന്നൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി പോയിക്കോളും. ചെടി നനയ്ക്കുന്ന ആൾക്കാരാണ്. അശുമ എവിടെ നനയ്ക്കണേ? അശുമ എന്താ ചെയ്യുന്നത്? എവിടെ? ആ ഉടുപ്പൊക്കെ നനഞ്ഞില്ലേ? നനഞ്ഞില്ലേ? ഓളുണ്ടാവേണ്ട ഇതൊക്കെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് അല്ല പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ കയറുന്നില്ല. കാരണം വീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറേ ആയി. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൻ്റെയൊക്കെ മുകളിലായി നമ്മൾ റിനോവേഷനൊക്കെ ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. ഇൻഷാ അല്ലാ ഒക്കെ ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, തനുമുകളിലെ കിളിക്കൂട്. വാ, ഇങ്ങനെയാണ് പറയാം. ഇവിടെ അടുക്കള ഭാഗത്തായിട്ട്, ഇത് അടുക്കളയാണേ. അടുക്കള ഭാഗത്തായിട്ട് ഇതിൻ്റെയും പേരെനിക്കറിയില്ല. സംഭവം ഇതിൻ്റെ പേരെന്താ എനിക്കറിയടി? ഇല്ല, അവൾക്കും അറിയില്ല. അതിലൊരു എന്താ പറയുക, ഒരു തൊപ്പി പോലെ ആയിട്ട് കുറേ കിളികളുണ്ട് അതിനകത്ത്, ലവ് ബേർഡ്സ്. ഇത് തനുവിൻ്റെ ഉപ്പാൻ്റെയാണ് കേട്ടോ. ഇത് കുഞ്ഞു കിളിയുണ്ട്. ഇത് പിന്നെ ഇത് അങ്ങനെ കുഞ്ഞു കിളി. അതിൻ്റെ അപ്പുറത്തകത്ത് കുറേ കിളികൾ, പുറത്തൊരു കിളി. ഇത് ഇവിടെ കുഞ്ഞു കിളിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ചെടികളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പേരുകളൊന്നും പറയാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എവിടെയെങ്കിലുമൊക്കെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നഴ്സറി കൊണ്ടുപോയി കാണിക്കും. അവിടുന്ന് സാധനം വാങ്ങിക്കും, ഇതെങ്ങനെ വെച്ചുണ്ടാക്കും. അത്രയൊക്കെ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും എനിക്കില്ല. ഉള്ളത് നല്ല വൃത്തിയാക്കി വെക്കും, നീറ്റാക്കി വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെടികളുടെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ. പിന്നെ ഓക്കെ, പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, കുറേ കമൻറ്റുകളുണ്ട് ഇത് വിഗ്ഗാണെന്ന്. ഇത് വിഗ്ഗല്ല കേട്ടോ, ഒറിജിനലാണ്. 2, ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴേ ഇടത് കൈ കൊണ്ടാണ് കഴിക്കണമെന്ന് ചോദിച്ചായിരുന്നു. ഇടത് കൈ അല്ല, വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. സെൽഫി വീഡിയോ എടുക്കുമ്പോൾ അതങ്ങനെ തോന്നും. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.